പതിവ് പോലെ തന്നെ കുട്ടികൾ മത്സരത്തിന് വേണ്ടി കലോത്സവ വേദികളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഞങ്ങൾക്ക് മറ്റൊരു അതിഥിയെ കൂടി കിട്ടിയിരിക്കുന്നത്. വയലിൻ കലാകാരനാണ്. മോന്റെ പേരെന്താ? എന്റെ പേര് ശ്യാംജിത്ത് സജീവ്. ശ്യാംജിത്ത് ആണ്. മോനെ ഏതാണ് സ്റ്റേജ്? സ്റ്റേജ് വിമലഹൃദയിലുണ്ട്, പിന്നെ സെന്റ് അലോഷ്യസിലാണ് വയലിൻ. അപ്പൊ ഇവിടെ രാവിലെ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് പ്രാക്ടീസ് ആണ്? അതെ അതെ, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വിചാരിച്ചു. നല്ലൊരു അന്തരീക്ഷമാണ് ആശ്രമം മൈതാനിയില്. അപ്പൊ എന്തായാലും ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ആണ്. അമ്മയാണോ? അമ്മയാണ്. പേരെങ്ങനെയാ? സജിമോള്. എങ്ങനെയുണ്ട് മോന്റെ പ്രാക്ടീസ്? പ്രാക്ടീസ് നന്നായിട്ട് പോകുന്നു. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, രണ്ടുപേരും അമ്മ താളം പിടിക്കുന്നു, മകൻ വയലിൻ വായിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ഒന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് നോക്കിയാലോ? ഓക്കെ, അമ്മ റെഡി അല്ലേ? ഓക്കെ, റെഡി. ശരി. ശ്യാമ എങ്ങനെയാണ് കഴിഞ്ഞ കലോത്സവ വേദിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? അതെ, ഞാൻ കഴിഞ്ഞ വർഷം പങ്കെടുത്തായിരുന്നു. പിന്നെ ഞാൻ ഹൈസ്കൂൾ ആയപ്പോഴേ പങ്കെടുക്കാൻ തുടങ്ങിയതാണ്. ശ്യാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വയലിൻ മാത്രമല്ല, സകല കലാവല്ലഭനാണ്. പല മത്സരങ്ങളിലും ഇന്ന് തന്നെ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഏതൊക്കെ മത്സരങ്ങളാണ്? ഇന്ന് ഒരെണ്ണം ഭരതനാട്യം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. ഇനി കുച്ചിപ്പുടി പിന്നെ വയലിൻ, ഈ രണ്ടായിട്ടാണ് ഇന്നുള്ള. അതെ, അമ്മ വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് മകൻ എ ഗ്രേഡ് ഉണ്ട് എന്നുള്ളത്. അമ്മ എങ്ങനെയാണ്, മകൻ ചെറുപ്പം മുതൽക്കേ കലാവാസന ഉണ്ടായിരുന്നോ? ചെറുപ്പം മുതൽ തന്നെ ഉണ്ടായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പഠിക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങളും താല്പര്യമായിരുന്നു. വീട്ടിലെങ്ങനെയാണ്? എനിക്ക് കാണുമ്പോ ഒരു ശാന്തശീലനൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. വീട്ടിൽ അങ്ങനെ തന്നെയാണോ? ശാന്തശീലന, ശാന്തശീലന. ഓക്കെ, അപ്പൊ അമ്മയുടെ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കലോത്സവ വേദിയിലും എ ഗ്രേഡ് മേടിച്ചിരിക്കുകയാണ്. അച്ഛനാണോ? ശരി, വരുമോ? അപ്പോൾ ശ്യാമിന്റെ അച്ഛനും അമ്മയാണ് വന്നിരിക്കുന്നത്. അച്ഛന്റെ പേരെന്താ? എന്റെ പേര് സജീവൻ. ഓക്കെ, അപ്പൊ നമ്മള് ഈ കലോത്സവ വേദിയിൽ നോക്കിക്കഴിഞ്ഞാല് പൊതുവെ മത്സരാർത്ഥികളുടെ ഒപ്പം തന്നെ അച്ഛനമ്മമാരും വരുന്നു. വളരെ അഭിമാനത്തോടു കൂടിയാണ് മക്കളുടെ മത്സരം കണ്ടിരിക്കുന്നത്. പല അച്ഛനമ്മമാരും കണ്ണു നിറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ചില സമയങ്ങളിൽ ഈ കലോത്സവ വേദികൾ മത്സരാർത്ഥികളെക്കാൾ, അതായത് മാതാപിതാക്കൾ മത്സരാർത്ഥികളാകുന്ന സാഹചര്യങ്ങളും കാണാറുണ്ട്. അതിനെപ്പറ്റി അച്ഛന്റെ ഒരു അഭിപ്രായം എന്താ? ഇന്നലെ ഇത് തന്നെ ഞാൻ മാഡം ചോദിച്ചതിന്റെ പങ്കുവെച്ചു. കാരണം ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ മത്സരിക്കുന്ന ഉണ്ടെങ്കിലും അതിനേക്കഴിഞ്ഞും നല്ല സ്പിരിറ്റോട് കൂടിയാണ് പേരൻസ്. അത് ഞങ്ങളുടെ കാര്യം മാത്രമല്ല, പൊതുവായിട്ട് അങ്ങനെയാണ്. കുട്ടികളെക്കാൾ കൂടുതൽ നല്ല സ്പിരിറ്റിലാണ് പേരൻസ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ സന്തോഷം, കുട്ടികൾക്ക് ഒരു എ ഗ്രേഡ് കിട്ടിയെന്ന് കേൾക്കുമ്പം കുട്ടിയേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന അവരുടെ മാതാപിതാക്കളാണ് എന്നുള്ളതാണ് ഞാൻ ഇതുവരെയുള്ള അനുഭൂതി കണ്ടിട്ടുള്ളത്. ഇപ്പം ഇപ്പോൾ ഇവന് 8ാം ക്ലാസ് ആയിരുന്നപ്പോൾ മുതൽ ഇങ്ങനെ ഞങ്ങൾ കലോത്സവത്തിൽ തുടങ്ങിയപ്പം മുതലേ എല്ലാത്തിലും എ ഗ്രേഡ് കിട്ടുന്നുണ്ട്. ഇതുവരെ പുറകോട്ട് പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വലിയ സന്തോഷം നമുക്ക് അന്ന് മുതലുണ്ട്. ഇതുവരെ നമുക്ക് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ആ ഉള്ളിലുള്ള അതേ വികാരം തന്നെ മറ്റുള്ള കുട്ടികളുടെ ആ മുഖത്ത്, ഈ പേരൻസിൻ്റെയും കുട്ടികളുടെ മുഖത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഉത്സവ പ്രതീതിയാണ്. എല്ലാം മറന്ന്, എല്ലാ ടെൻഷനും മറന്ന്. അതെ അതെ, അതാണ് അത്. ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് പേരൻസിനെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. നമുക്ക് ഈ ഒരു കുറച്ച് സമയം പ്രാക്ടീസ് നടക്കാൻ 9 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അതെ, അപ്പോൾ സ്റ്റേജിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും മോനെ പ്രാക്ടീസ് നടക്കട്ടെ.
ഓക്കെ, എല്ലാവിധ ആശംസകളും നേരെയാണ്. വീണ്ടും കേരള വിഷൻ മോന്റെ അടുത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കലോത്സവ വേദിയിലെ വിശേഷങ്ങൾ. മറ്റു വിശേഷങ്ങളുമായി വീണ്ടും വരാം.